മലയാളത്തിനപ്പുറം തെലുങ്കിലും ആരാധകരെ സമ്പാദിച്ച നടനാണ് ദുൽഖർ സൽമാൻ. തെലുങ്കിൽ തുടർച്ചയായി സൂപ്പർ ഹിറ്റുകൾ. ഇപ്പോഴിതാ അവാർഡുകൾ തൂത്തുവാരി ലക്കി ഭാസ്കർ. 100 കോടിയും കടന്ന് ദുൽഖറിന്റെ ലക്കി ഭാസ്കർ മുന്നേറുന്ന കാഴ്ച നാം കണ്ടിരുന്നു. തെലുങ്കിൽ ഹാട്രിക് ബ്ലോക്ക് ബസ്റ്ററായിരുന്നു ചിത്രം. തെലുങ്ക്, തമിഴ്, മലയാളം, കന്നഡ, ഹിന്ദി ഭാഷകളിൽ റിലീസ് ചെയ്ത ഈ ചിത്രം എല്ലാ ഭാഷകളിലും സൂപ്പർ ഹിറ്റായി മാറിക്കഴിഞ്ഞതാണ്. ദുൽഖർ സൽമാന്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ ഗ്രോസറായും ലക്കി ഭാസ്കർ മാറുന്ന കാഴ്ചയാണ് സിനിമാ ലോകം കണ്ടത്. ചിത്രത്തിലെ ദുൽഖർ സൽമാന്റെ അഭിനയത്തിനും വലിയ പ്രശംസയാണ് ലഭിച്ചത്. പ്രേക്ഷകർ ഒരുപോലെ ദുൽഖർ സൽമാനെ അങ്ങ് സ്വീകരിച്ചു. ദുൽഖർ സൽമാന്റെ തെരഞ്ഞെടുപ്പുകളെല്ലാം മനോഹരമെന്നാണ് സിനിമാ ലോകം ഒന്നടങ്കം പറയുന്നത്. താരത്തിന്റെ മോശമെന്ന് അല്ലെങ്കിൽ പരാജയമെന്ന് പറയപ്പെട്ട ഒരേയൊരു സിനിമ മലയാളത്തിലെ കൊത്ത മാത്രമേ ഉള്ളൂ. തമിഴിലും തെലുങ്കിലും അങ്ങനെയല്ല കാര്യങ്ങൾ. ദുൽഖർ ചെയ്ത തമിഴ്, തെലുങ്ക് ചിത്രങ്ങളെല്ലാം തിയേറ്ററിലും OTTയിലും സൂപ്പർ ഹിറ്റായിരുന്നു. മഹാനടി, സീതാരാമം, ലക്കി ഭാസ്കർ തുടങ്ങിയ സിനിമകളെല്ലാം തെലുങ്കിൽ ദുൽഖറിന് ബലമുള്ള ഒരു അടിത്തറ ഉണ്ടാക്കിയെടുക്കാൻ സഹായിച്ചു. 2024 ഖത്തർ തെലങ്കാന ഫിലിം അവാർഡുകളിലും ദുൽഖർ ഷോയാണ് കണ്ടത്. ദുൽഖറിന്റെ ചിത്രം ലക്കി ഭാസ്കർ മികച്ച നേട്ടമുണ്ടാക്കുന്ന കാഴ്ചയും സിനിമാ ലോകത്തെ അത്ഭുതപ്പെടുത്തി. ദുൽഖറിന് സ്പെഷ്യൽ ജൂറി പുരസ്കാരം ഉൾപ്പെടെ 4 അവാർഡുകളാണ് ലക്കി ഭാസ്കറിന് ലഭിച്ചത്. അവാർഡ് ദാന വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴിതാ തന്റെ തെലുങ്ക് ആരാധകരോട് നന്ദി അറിയിക്കുകയാണ് ദുൽഖർ സൽമാൻ. പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിയാത്തതിന്റെ വിഷമവും താരം അറിയിച്ചിട്ടുണ്ട്. തെലുങ്ക് സിനിമയിലെ എന്റെ യാത്ര അസാധാരണമാണ്. ഏറ്റവും നല്ല കഥകൾ പറയുന്ന ഏറ്റവും അത്ഭുതകരമായ ടീമുകളെ കണ്ടെത്താൻ എനിക്ക് ഭാഗ്യം ലഭിച്ചു. ഈ വേഷങ്ങൾ ലഭിക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ട്. ഞാൻ അഭിനയിച്ച ഓരോ സിനിമയും അംഗീകരിക്കപ്പെടുന്നത് കാണുന്നതും മിക്കവാറും എല്ലാവരും അവരവരുടെ വർഷങ്ങളിൽ മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം നേടുന്നത് കാണുന്നതും സന്തോഷമുള്ള കാര്യമാണെന്നും ദുൽഖർ പറയുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും തെലങ്കാന സർക്കാരിനും ബഹുമാനപ്പെട്ട ജൂറിക്കും ഓരോ സിനിമയിലെയും എന്റെ ഒപ്പം പ്രവർത്തിച്ചവർക്കും തെലുങ്ക് സിനിമയെ സ്നേഹിക്കുന്നവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ നന്ദിയെന്നും താരം പറഞ്ഞു. ഈ സ്വീകാര്യതയ്ക്കും ഈ അംഗീകാരത്തിനും അഭിനന്ദനത്തിനും നന്ദി. നിർഭാഗ്യവശാൽ എനിക്ക് പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. എനിക്കത് വലിയ നഷ്ടമാണെന്നും താരം കൂട്ടിച്ചേർത്തു. അതേസമയം പുഷ്പ 2വിലെ അഭിനയത്തിന് അല്ലു അർജുനാണ് മികച്ച നടനുള്ള പുരസ്കാരം ഏറ്റുവാങ്ങിയത്. മികച്ച ചിത്രത്തിനും മികച്ച സംവിധായകനുമുള്ള പുരസ്കാരം കൽക്കി എന്ന സിനിമയിലൂടെ നാഗ് അശ്വിൻ സ്വന്തമാക്കി. മികച്ച സഹനടനായി SJ സൂര്യയും മികച്ച ഗായികയായി ശ്രേയ ഘോഷലും തെരഞ്ഞെടുത്തു. എന്റർടൈൻമെന്റ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.